ഹലോ അസ്സലാമു അലൈക്കും. എൻ്റെ ഫാമിലിയിൽ ഒരു ഇക്കാക്കൻ്റെ കല്യാണം ഉണ്ടായിട്ടുണ്ടായിന്. അപ്പോൾ ആ കല്യാണത്തിൻ്റെ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം കാസർഗോഡാണ് പെണ്ണിൻ്റെ വീട്. അപ്പം പെട്ടെന്ന് രാവിലെ എഴുന്നേറ്റ് കുട്ടികളെല്ലാം റെഡിയാക്കിയിട്ട് വേണം പോവാൻ. പിന്നെ ഓനും ഓൻ്റെ ഫ്രണ്ട്സും രാവിലെ തന്നെ ഇറങ്ങും. നമ്മളൊരു 9:30-10 മണിയാകുമ്പോഴത്തേക്കാണ് ഇറങ്ങിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ കുറച്ച് നമ്മുടെ ഫാമിലിയിൽ നിന്ന് കുറച്ച് അത്യാവശ്യം പേര് മാത്രമേ പോയിട്ടുള്ളൂ. പിള്ളേരൊക്കെ പാട്ട് വെച്ചിട്ട് ഫുള്ള് വൈബ് തന്നെ, ഡാൻസ് എല്ലാം കളിച്ചിട്ട് പൊളിക്കുന്നുണ്ട്. അങ്ങനെ കാസർഗോഡേക്ക് ഒരു 4 മണിക്കൂറത്തെ യാത്ര ഉണ്ടായതുകൊണ്ട് മോനൊക്കെ ഒന്ന് ഉറങ്ങി. നമ്മളിങ്ങനെ കുറച്ച് സമയം പിള്ളേർ പാട്ടും ഡാൻസെല്ലാം കളിച്ച് അങ്ങനെ പിന്നെ നമ്മൾ കാസർഗോഡ് എത്തി. കാസർഗോഡ് നല്ല മഴയുണ്ട്, നല്ല ഇടിയും മഴയൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ പെണ്ണിൻ്റെ വീടെത്താനായിട്ടുണ്ടായിന്. അങ്ങനെ അവരെ നിക്കാഹ് ളുഹർ ബാങ്ക് കഴിഞ്ഞിട്ടാണ് അവരെ നിക്കാഹ്. അങ്ങനെ നിക്കാഹൊക്കെ കഴിഞ്ഞ് ഓനി പെണ്ണിൻ്റെ വീട്ടിലേക്ക് എത്തുമ്പോഴേക്ക് നമ്മളെത്താന്നുള്ള ഇതിൽ നമ്മളങ്ങനെ റോഡുമിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പെണ്ണിൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള റോഡുമിൽ അങ്ങനെ വെയിറ്റ് ചെയ്ത് ഇപ്പം അവർ അവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മളും അങ്ങനെ ഇറങ്ങിയിട്ടുള്ളതാണ്. അങ്ങനെ പെണ്ണിൻ്റെ വീട്ടിലെത്തി. നമ്മളങ്ങനെ ജ്യൂസെല്ലാം കുടിച്ച് പെണ്ണിനൊക്കെ കണ്ട് അങ്ങനെ ജ്യൂസെല്ലാം കുടിച്ചതാ. ഓൻ്റെ ചങ്ങായിമാരെല്ലാം നല്ല പാട്ടാണ്, പുതിയാപ്പളിനെ ഉള്ളിലേക്ക് കയറ്റുന്നതായിട്ട് അതിൻ്റെ ഒരു പാട്ടും ഇതൊക്കെയാണ്. അവിടെ ഒരുപാട് ആളുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മളിങ്ങനെ ഇരുന്ന് എല്ലാവരും സംസാരിച്ചത്. പെണ്ണിനെയും ചെക്കനെയും റൂമിലേക്കെല്ലാം കയറ്റി. അങ്ങനെ ഓൻ്റെ ഫ്രണ്ട്സും ഒക്കെ ഫുഡൊക്കെ കഴിച്ച് അപ്പോഴത്തേക്ക് മെഹറൊക്കെ ഓൻ കെട്ടിക്കൊടുത്ത് പെണ്ണിന് മെഹർ കിട്ടി. പിന്നെ നമ്മളും ഫുഡൊക്കെ കഴിക്കാനിരുന്ന്. ഇപ്പം തന്നെ ടൈം ഒരുപാടായിട്ടുണ്ടായിന്, 3 മണിയൊക്കെ ആയിട്ടുണ്ടായിന്. അങ്ങനെ നമ്മൾ പെട്ടെന്ന് ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് നല്ല അടിപൊളി ഫുഡൊക്കെ ഉണ്ടായിന്. അങ്ങനെ അവരുടെ നാട്ടിൽ പെണ്ണിനെ ചെക്കനെ കയ്യിലേക്ക് ഏൽപ്പിച്ചൊക്കെ കൊടുത്ത് അങ്ങനെ പിന്നെ നമ്മൾ യാത്രയൊക്കെ പറഞ്ഞ് പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങലായി. അടിപൊളി ഫുഡായിരുന്നു. കാസർഗോഡത്തെ ഭക്ഷണമൊക്കെ അടിപൊളിയായിരുന്നു. അവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിന്. അങ്ങനെ നമ്മളത് തിരിച്ച് വീട്ടിലേക്ക് വിട്ട് നമ്മളങ്ങനെ പിന്നെ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ ഓളെ വീട്ടിലേക്ക് കയറ്റുന്ന ചടങ്ങാണ്. നമ്മുടെ അടുത്ത് ഫംഗ്ഷൻ നാളെയാണ്, പിറ്റേന്നാണ് തിങ്കളാഴ്ച ഉണ്ടായത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.